തക്കാളി തീയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ ഒരു 3 തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തെടുത്തത്. ഈ സവാളയ്ക്ക് പകരം നമുക്ക് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കാം. പിന്നെ പച്ചമുളക്, അത് നമ്മുടെ കറിയുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക്, ഉണക്കമുളക്, വാളംപുളി. ഞാൻ ഇവിടെ ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള വാളംപുളിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീരെടുക്കണം. അത് നമ്മൾ തക്കാളി തീയലിൽ നമ്മൾ തക്കാളി മാത്രം ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കറിക്ക് അത്രയ്ക്ക് പുളി കിട്ടില്ല. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് കറിക്ക് പുളി കുറവുണ്ടെങ്കിൽ ഈ വാളംപുളിയുടെ നീര് നമ്മൾ ചേർക്കണം. നമുക്ക് ഏറ്റവും അവസാനം ചേർത്താൽ മതി. പിന്നെ കായത്തിൻ്റെ പൊടി, ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇതും നമ്മുടെ കറിയുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഈ കറി നമ്മൾ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് ചേർക്കും. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പിൻ്റെ ഇല, ഉണക്കമുളക്, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കുരുമുളക്. ഈ ഉലുവയും കടുകും വളരെ കുറച്ചെടുത്താൽ മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല കയ്പ്പ് വരും. അതുകൊണ്ട് 1/4 ടീസ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടിക്ക് പകരം മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ മുഴുവൻ മല്ലി എടുക്കുക, അതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇടാം. ഇത് നമുക്ക് എണ്ണ ഒഴിക്കാണ്ട് നമുക്കിത് വറുത്തെടുക്കാം. ഏറ്റവും ആദ്യം തന്നെ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉലുവയും കുരുമുളകും ഉണക്കമുളകും ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തിട്ട് അതെടുത്ത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉലുവയും കുരുമുളകും ഉണക്കമുളകും ചേർക്കാം. ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങ നമുക്ക് നന്നായിട്ട് ചുമക്കി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങ വറുക്കാം. എന്നിട്ട് വേപ്പിൻ്റെ ഇല ചേർക്കാം, തേങ്ങ ചേർക്കാം. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ 2 അല്ലി ചുവന്നുള്ളി കൂടി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ തേങ്ങ നമുക്കൊന്ന് ചുമക്കെ വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഈ തേങ്ങ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. തീ പെട്ടെന്ന് കൂട്ടിയിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, നമ്മുടെ കറിക്ക് ഒരു കയ്പ്പ് രസം വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം വറുത്ത് വെച്ചേക്കണം ഉണക്കമുളകും കുരുമുളകും കടുകും ഉലുവയും ചേർക്കുക. ഈ കറിയിലേക്ക് നമ്മൾ മല്ലിയുടെ പൊടിയല്ല ചേർക്കണേ, മുഴുവൻ മല്ലിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉണക്കമുളകൊക്കെ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ വറുത്തെടുത്തില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പച്ചമല്ലിയും കൂടി ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കണം. ഇത് മല്ലിയുടെ പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അവസാനം കറിയിലേക്ക് ചേർക്കുന്നത്. ഇത് നമുക്ക് ഈ തേങ്ങയിലേക്ക് ചേർക്കാം. തേങ്ങയിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയും എണ്ണയിൽ കൂടെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെ എണ്ണയിൽ കൂടെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം. അത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വെള്ളം ഒഴിക്കാണ്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ആ നന്നായിട്ട് പൊടിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. വാളംപുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി തീയൽ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം.
വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. അതുകൊണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. ഈ ഉണക്കമുളകും ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിയണം. അപ്പോൾ നമ്മുടെ ഉണക്കമുളകും വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ചേർക്കാം. വേപ്പിൻ്റെ ഇല ചേർക്കാം. ഈ സവോള വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിയണം. സവോള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണം. നമ്മുടെ സവോള വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഉപ്പ് ചേർക്കാം. എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തക്കാളി നമുക്കൊന്ന് പതുക്കൊന്ന് വേവിക്കാം. ആ തക്കാളി നന്നായിട്ട് വെന്ത് തുടങ്ങേണ്ട ആവശ്യമില്ല. ആ തക്കാളി പതുക്കൊന്ന് വെന്തിട്ട് ആ തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകണം. നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് അപ്പോൾ തക്കാളി പതുക്കൊന്ന് വെന്തിട്ടുണ്ട്. തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ കറി നമുക്ക് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തുറന്ന് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഈ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കറിയുടെ പുളി നോക്കിയിട്ട് ഈ കറിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വാളംപുളി ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് കറിയിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പുളി കുറവുണ്ടെങ്കിൽ വാളംപുളിയും ചേർക്കാം. കറിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. വാളംപുളി ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് കറി നമുക്കൊന്ന് തിളപ്പിക്കാം. മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ തക്കാളിക്കും ഈ അരപ്പിൽ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമ്മൾ വാളംപുളി ചേർക്കുമ്പോൾ നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ച് നമ്മൾ വാളംപുളി ചേർത്ത് കൊടുക്കണം. ഈ തക്കാളി തീയലിന് കുറച്ച് നല്ല പുളി ഉണ്ടായി മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളി തീയൽ റെഡി ആയിട്ടുണ്ട്.